രാവിലെ 10 മണിയോടുകൂടിയാണ് ഹൈവേ അതോറിറ്റിയിലേക്ക് അവരുടെ എഞ്ചിനീയർമാരെ കാണാൻ വേണ്ടി സമരസമിതി പുറപ്പെട്ടത്. പുത്തമ്പള്ളിയുടെ മുമ്പിൽ നിന്നാണ് പുറപ്പെട്ടത്. അങ്ങനെ അവസാനം പണി നിർത്തിവെക്കേണ്ടി വന്നു. രാവിലെ തുടങ്ങിയ പണിയാണ്. ഇതിപ്പോൾ നിലം നിർത്തിവെച്ചിരിക്കുകയാണ് സമരസമിതി. ഇനി തുറന്നു പോകണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യം പരിഹരിക്കണം. തൂണുകളിൽ പാലം വയ്ക്കുമെങ്കിൽ മാത്രം പണി നടന്നാൽ മതി എന്നുള്ളതാണ് സമരസമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലമായി പണി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ റൂട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടണൽ മാറിയിട്ട് തൂണുകളിലാണ് പാലം സ്ഥാപിക്കുന്നത്. കൂടുതൽ എക്സ്പെൻസ് ആകും എന്നുള്ളതാണ് ഇതിൻ്റെ എഞ്ചിനീയർ അടക്കം പറയുന്നത്. എന്തായാലും അവർ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. ലൈവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വീണ്ടും നിൽക്കുകയാണ് കുമരച്ചന്ത മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് വിവാദം ശക്തമായിരിക്കുകയാണ്. ഇവിടെ പുത്തമ്പള്ളി ജമാഅത്തും ശ്രീപദ ക്ഷേത്രവും അതോടൊപ്പം തന്നെ ചർച്ചും ഇവിടെയുള്ള കൗൺസിലറും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി നിവേദനം കൊടുത്തിരുന്നു. അഥവാ ടണൽ പാലം മാറ്റിയിട്ട് മേൽപ്പാലം അത്യാവശ്യമാണ്, അത് തൂണുകളിൽ സ്ഥാപിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാലം ശക്തമാണെന്ന് നിവേദനം കൊടുത്തു. പക്ഷേ അതിന് പരിഹാരം കാണാത്തത് കൊണ്ട് തന്നെ ഇന്ന് ശക്തമായ പ്രതിഷേധമായ രംഗത്ത് വന്നേക്കാണ്. ഈ നാടിന്റെ പുരോഗമനത്തിൽ തന്നെ നടത്തപ്പെടുന്ന രീതിയിലായി ആയി പോകും. അതുകൊണ്ട് അത് മാറ്റി അടിയന്തരമായി തൂണുകൾ നിർത്തിയുള്ള അടിപ്പാതകൾക്ക് ഒരു സുഗമമായി സംരക്ഷിക്കുവാനുള്ള സൗകര്യപ്രദമായ പാലം നിർമ്മിക്കണമെന്നാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. അതിന് സർക്കാരിന് മുന്നിട്ട് വന്നില്ലെങ്കിൽ അതിശക്തമായ ഇവിടെയുള്ള മുഴുവൻ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾ നേരിടുന്നത് അതിശക്തമായ സമരത്തിന് ഈ സംഘടന രൂപം കൊടുക്കുമെന്ന് മാത്രം അവർ മുന്നറിയിപ്പ് നൽകുവാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ ഉന്നയിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ഹൈവേ പാലങ്ങൾ എങ്ങനെ നിർമ്മിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണ എത്തിക്കൊണ്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം 50,000-ലധികം വരുന്ന പോപ്പുലേഷൻ താമസമുള്ള ഏരിയകളിൽ ഇത്തരത്തിലുള്ള അടച്ചുമൂടൽ പാലം പാടില്ല എന്നും അത് സ്പാൻ നമ്മുടെ എലിവേറ്റഡ് പാലം തൂണിലെ പാലം തന്നെ നിർമ്മിക്കണമെന്നുമുള്ള ഹൈവേ അതോറിറ്റി ഒരു അംഗീകരിച്ച ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലർ പ്രകാരം ഈ പാലം പണിയണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ചർച്ച നടത്തിയതിനു ശേഷമേ പണി ആരംഭിക്കാവൂ എന്ന് സൂചിപ്പിക്കുകയാണ് അവരടുത്ത്. അതിനവർ തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഹൈവേ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഹൈവേ അധികാരികൾക്ക് ഇപ്പോൾ നിവേദനം കൊടുക്കാനാണ് ഈ ഒരു പ്രതിഷേധ ധർണ ഇപ്പോൾ ഇവിടെയുള്ള പുത്തമ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മതബലി ക്ഷേത്ര കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സെന്റ് തോമസ് ചർച്ചിന്റെ ഭാരവാഹികളും കോൺഗ്രസിന്റെയും UDF-ന്റെയും LDF-ന്റെയും അതോടൊപ്പം കൗൺസിലറും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഈ ഒരു ധാരണ യാത്രാവലി ഇവിടെ പ്ലാൻ ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പണി നിർത്തിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആവശ്യമെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇത് ടണൽ രൂപത്തിലുള്ള പാലം ഒഴിവാക്കിക്കൊണ്ട് തൂണിൽ സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ അത് നല്ല നില മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴും ഇവരുടെ ആവശ്യം. ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ധാരണ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പണി ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എന്തായാലും വർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരോട് സംസാരിച്ച ശേഷം കത്ത് കൈമാറും. പണി തൽക്കാലം നിർത്തി വയ്പ്പിച്ചിരിക്കുകയാണ് സമരസമിതി. സമരസമിതിയുടെ മുൻപന്തിയിൽ വാർഡ് കൗൺസിലർ പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ S. സലീം, മാണിക്കളാകം വാർഡ് കൗൺസിലർ S. ബഷീർ, അതോടൊപ്പം തന്നെ ഭീമാപ്പള്ളി വാർഡ് കൗൺസിലർ സുധീർ, പൂന്തറ വാർഡ് കൗൺസിലർ, അതോടൊപ്പം റോയൽ മാഹീൻ വ്യാപാരി വ്യവസായി, ക്ഷേത്ര ഭാരവാഹി തമ്പിസാർ, പുത്തമ്പള്ളി മേലധികാരി കൂടിയായ താജുദ്ദീൻ സാഹിബ്, അങ്ങനെ പല ആളുകളും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അവരെ ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയറുമായി സംസാരിക്കുകയാണ്. ഇപ്പം തൽക്കാലം പണി നിർത്തിവെക്കണം. പ്രക്ഷോഭവുമായി ഇപ്പോൾ എന്തായാലും ജനങ്ങളെല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ പണി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രം പണി മുന്നോട്ട് പോയാൽ മതി. തൽക്കാലം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടവർ ഫോണിൽ സംസാരിക്കുകയാണ്. എന്നാലും അതിൻ്റെ എഞ്ചിനീയർമാരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഉടനെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അവരുമായി ഫോണിൽ കൗൺസിലർ കൂടി സംസാരിക്കുകയാണ്. ഈ വ്യാപാരി വ്യവസായിയുടെ നേതാവാണ്. ഇത് മാണിക്കളാകം വാർഡ് കൗൺസിലർ ബഷീർ, ഇത് ഭീമാപ്പള്ളി ഈസ്റ്റ് കൗൺസിലർ സുധീർ, ഇത് പൂന്തുറ കൗൺസിലർ മായ, INC-യുടെ കോൺഗ്രസിൻ്റെ നേതാവ് അലി റഹ്മാൻ. അങ്ങനെ എല്ലാ പാർട്ടിയിലും പെട്ട നേതാക്കന്മാരും
ആളുകൾ ചേർന്നുള്ള സംയുക്ത സമരസമിതിയാണ്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഗവൺമെൻറ് ഓർഡർ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ 50,000 പേരുള്ള പോപ്പുലേഷൻ്റെ ഇതിൽ ഇത്തരത്തിലുള്ള പാലം പറയുന്നില്ല. പറയുന്നത് കുറഞ്ഞത് 5 സ്പാനുള്ള പാലമെങ്കിൽ 1 മീറ്റർ ഈച്ച് വച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ഇതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള നിവേദനം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. MP മുഖാന്തരം കേന്ദ്രമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ ശിവൻകുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ആന്റണി രാജു MLA-ക്കുള്ള കൊടുത്തിട്ടുണ്ട്. ഹൈവേ അതോറിറ്റിയുടെ GM പ്രോജക്ട് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളെ കൂടെ സഹായം ഞങ്ങൾക്ക് വേണം. കാരണം ഇവിടെ പാലം അത്യാവശ്യമാണ്, പാലം വേണം. ആ പാലം ഈ തൂണിലെ പാലമായിട്ട് മാറണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എലിവേറ്റഡ് പാലമായിട്ട് മാറണം. ഇത് ഇന്നലെ ROക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൈമാറേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്താണ്. ഇതൊരു സൂചനയായിട്ടാണ്. ഇവിടെ ആളുകളെ സംബന്ധിച്ചോളം വലിയ വികാരം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ അതിലേക്ക് വേണ്ടി പോകാതെ ഒരു സൂചനയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വന്ന 500 ആളുകൾ വന്നു. അവരെല്ലാവരെയും പറഞ്ഞയച്ചു. അതുകൊണ്ട് ചർച്ച നടത്തി ഈ രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞ രൂപത്തിൽ പാലത്തിൻ്റെ പണി പുനരാരംഭിക്കണം. അത് മാറ്റം. 30 ജനുവരി 2025 ദ ചീഫ് സെക്രട്ടറീസ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓർ ദ ചെയർമാൻ നാഷണൽ ഹൈവേ അതോറിറ്റി, ദ മാനേജിംഗ് ഡയറക്ടർ, ദ ഡയറക്ടർ ജനറൽ, ഓൾ എഞ്ചിനീയേഴ്സ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഞങ്ങൾ ഉണ്ടാക്കിയല്ല ഈ എഗ്രിമെന്റ് ധാരണയും. അപ്പോൾ 50,000 ആളുകളുള്ള പറഞ്ഞു 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ റോഡിന് 2 പേരും 2 ലക്ഷത്തിൽ സംഭവം പറയുമ്പോൾ ചേട്ടൻ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു പ്രൊജക്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാറ് പറയും നമുക്ക് ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് 20 മീറ്ററിന്റെ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ബാലൻസ് നമ്മൾ മുട്ടത്തറ അണ്ടർപാസ് ഉള്ള പോലെ ഈ വാരിപ്പനലൊക്കെ ഉണ്ടാവും. അത് പറ്റില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. നമുക്ക് സ്വതന്ത്രമായിട്ട് ജനങ്ങൾ ശക്തമായിട്ട് എതിർക്കും. അതിനുള്ള ഒരു എതിർപ്പ് ഉണ്ടാക്കരുത്. ഇത് നിങ്ങൾ ചേട്ടാ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തൽക്കാലം ഈ പണി നിർത്തിവെക്കുക. ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം MP ഉണ്ട് പണി നിയമപരമായിട്ട് നമുക്ക് പണി നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. പണി തുടങ്ങുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. ഈ പറയുന്ന രീതിയിൽ പണി തുടങ്ങാൻ പറ്റില്ല. നമ്മൾക്ക് തന്നേക്കുന്ന നമ്മുടെ നാഷണൽ ഹൈവേ ആയിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം നമ്മൾക്ക് ഇപ്പം പണി നിർത്തിവെക്കാനായിട്ട് നിർവാഹമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺട്രാക്ടേഴ്സ് ആണ്. ഞങ്ങൾ ആ വർക്ക് ചെയ്യേണ്ടവരാ. ഞങ്ങൾ ചെയ്തേ പറ്റും. നിങ്ങളുടെ ഈ പണി ഇവിടെ അനുവദിക്കില്ല. നേരെ കൊണ്ട് വന്നു. ഈ പറയുന്ന ആളൊക്കെ ജമാഅത്തിന്റെ ഭാരവാഹികളും ഇന്ന് ഹൈവേ വിരോധമൊന്നും വേണ്ട. പക്ഷേ ഇത് നിങ്ങൾ ഇന്നത്തെ ഇത് സൂചന ഈ ഒരു കാര്യം ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയുള്ള നിങ്ങൾ പറയുന്നത് മാന്യമായ ന്യായമായി ഒരു സർക്കാരിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെറുതെ പറയണല്ലേ. കണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതായിരുന്നു, ഒന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. പോട്ടെ, ഞങ്ങൾ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്തു, ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാവും. പക്ഷേ ഈ ഓർഡറിന്റെ ഈ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഓർഡർ അല്ലേ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ? ആക്ച്വലി ഇതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയാത്ത കാര്യം MP വേണം. ഞങ്ങൾ MLA-മാരുണ്ട്, ഞങ്ങൾ കൗൺസിലർമാരുണ്ട്, ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയൊക്കെ വിളിച്ചതിന് ശേഷം നമുക്ക് ചർച്ച നടത്തിയതിനു ശേഷം അല്ലാതെ പണി തുടങ്ങി സംഘർഷാവസ്ഥയിലേക്കാണ്. നമ്മൾ ഈ ഓർഡർ വന്നാൽ പോലും ചെയ്യാൻ വേണ്ടി ഒരു അനുവദിക്കില്ല. ഞങ്ങൾക്ക് പാലം വേണം. അപകടം ഒഴിവാക്കണം. ഹൈവേ കൂടെ പോകണം. ആളുകൾ സുഖമായിട്ട് പോകണം.
ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാന്നുള്ളത്. അപ്പോഴേ രാവിലെ അവരിപ്പോഴും പറയുന്നത് ചെയർമാന് വേണ്ടി ഞാൻ പിന്നെ കുറച്ച് പറയാണ്. ഇത് അവരിപ്പം ഇത് നമ്മൾ ഇന്നത്തെ ഇതുപോലെ പ്രതിഷേധം ഹൈവേ അതോറിറ്റി അറിയിച്ചതിന് ശേഷം നമ്മൾ അറിയിക്കും. അറിയിച്ചതിന് ശേഷം എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, പണി നിർത്തണമല്ലോ. ഒരു സ്റ്റോപ്പ് ചെയ്യണം. അതിന്റെ ബോർഡ് നമ്മൾ എന്തിനാ എടുക്കണം? ഇവർ ഇന്ന് 6 മണിക്ക് അറിയിക്കാൻ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാതെ ഒരു കാരണവശാലും പണി ഇവിടെ തുടങ്ങിയാൽ വലിയ ഉപരോധമായിരിക്കും ഇവിടെ നേരിടേണ്ടി വരുന്നത്. കാരണം 10-20,000-ലധികം ആളുകളുള്ള ജമാഅത്ത്, അതുപോലെ 40,000 പേരുള്ള ചർച്ച്, 15,000 പേരുള്ള മതവിക്ഷേപ കമ്മിറ്റി, അങ്ങനെയുള്ള 1,00,000 ആളുകൾ ഇവിടെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം ആയിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കൊണ്ടുവരും പോകരുത്. 6 മണിക്ക് മുമ്പ് അറിയിക്കാൻ ഒന്നും ചെയ്യണ്ട. ചെയ്യുന്ന എല്ലാ ഈ ക്രൗഡ് പോരെങ്കിൽ നമ്മൾ ക്രൗഡ് വലുതാക്കി തരാം. ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഞങ്ങളുടെ ഇത് ഞങ്ങൾ കോൺട്രാക്ട് നിങ്ങളുടെ ഒരു ലോഡ് മാത്രം അൺലോഡ് ചെയ്യാം. പിന്നെ ഫർദറായിട്ട് വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞത് ഒരു സംഘർഷം ഉണ്ടാക്കരുത്. സംഘർഷം ഉണ്ടാക്കിയാൽ ഈ നിയമം പറയുന്ന കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ സംഘർഷം ഇല്ലാതെ വിഷയം പരിഹരിക്കാനാണ് നോക്കുന്നത്. പുതുതായി ഒന്നും കൊണ്ടുവരും. ഇവിടെ ഇത് കിടന്നോട്ടെ. പുതുതായിട്ട് ഒന്നും കൊണ്ടുവരരുത്. ഞങ്ങൾ അനുവദിക്കില്ല. ഒരു പണി തിരുവല്ലത്തേക്ക് വേണ്ടിയുണ്ട് നമുക്ക് അവിടെ സ്ഥലമില്ല. അറിയാലോ, അമ്പലത്തിന് അവിടെ പോയിട്ട് നമുക്ക് ഇറക്കി വെക്കുന്ന സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഇറക്കി വെക്കുന്ന ഇതിന്റെ ഒക്കെ ബാക്കിലായിട്ട് ബ്ലോക്ക് ഇറക്കി വെക്കുക, കോൺക്രീറ്റ് ബ്ലോക്ക്. സമരസമിതി അംഗങ്ങൾ അത് എഞ്ചിനീയറുമായി ചർച്ച ചെയ്യാറ്. എന്നാൽ പണി ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നത്. പക്ഷേ ഇവർ കോൺട്രാക്ടർമാരാണ്. ഇവർക്ക് അവർ തന്ന നിർദ്ദേശമനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അത് ഇവിടെ സമരസമിതിയും ജനങ്ങളും സമ്മതിക്കാത്തതാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും ഇവിടെ ഈ പുത്തമ്പള്ളിപ്പാട് മാത്രമല്ല, അമ്പലത്തറ, മണിക്കമ്പളാകം, എല്ലാ വാർഡിലെയും ആളുകളും അതോടൊപ്പം റൂൾസ് അനുസരിച്ച് ഇവിടെ ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലത്ത് തൂണല്ലാത്തൊരു പാലം വരാൻ പാടില്ല എന്നിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാലത്തിന് വേണ്ടി ഇവിടെ സാക്ഷൻ എടുത്തിട്ട് പണി തുടങ്ങിയതെന്നാണ് ഇപ്പോൾ കൗൺസിലറടക്കം എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. അതായത് പണി നിർത്തിവെക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. എന്തായാലും വരുന്ന സമയത്തായിരിക്കും അവർക്ക് അറിയാൻ സാധിക്കുക. ഓർഡർ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഇവരൊക്കെയാണ് എഞ്ചിനീയർമാർ. ഇവരെ ഓർഡർ അനുസരിച്ചാണ് അവർ എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ സമരസമിതി അത് അംഗീകരിച്ചുകൊണ്ട് പണി നിർത്താനാണോ തീരുമാനം, അതോ പോലീസിന് വല്ല സഹായം തേടിയിട്ടുണ്ടോ? തീരുമാനിച്ചില്ല. എങ്ങനെയാണ് പണി ഇപ്പോൾ നിങ്ങളെ മേലധികാരികളെ ഏൽപ്പിച്ചാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിയമപാലകരെ സമീപിക്കലാണല്ലോ. മുകളിലുള്ള ഓർഡർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പെരുമാറ്റം. ഓക്കെ, അപ്പോൾ എന്തായാലും അവർ മടങ്ങുകയാണ്. എന്തായാലും നിയമപാലകരെ സമീപിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള അവരുടെ പോംവഴി. പക്ഷേ ഇത് എന്തായിരിക്കും എന്നുള്ളത്, കാരണം ജനങ്ങൾ ഇത്രമാത്രം ഇളകുമ്പോൾ അതിന്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള കൗൺസിലർമാരടക്കമുള്ള ആളുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് റൂൾസും ഈ പറഞ്ഞതുപോലെ ജനസാന്ദ്രതയുള്ള ഈ ഒരു പ്രദേശത്ത് തൂണുള്ള പാലം തന്നെ വേണം എന്നുള്ള നിയമം വിരിക്കുക. അതിനെതിരായിട്ട് ഇങ്ങനൊരു പ്രവർത്തനം, അല്ലെങ്കിൽ ഈ ഒരു പണി തുടങ്ങിയത് തന്നെ എന്തായാലും ലീഗലായിട്ടല്ല. അതുകൊണ്ട് തന്നെ അത് വിജയിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ എഞ്ചിനീയർമാർക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഇപ്പോൾ തൽക്കാലം സമരസമിതി തിരിഞ്ഞു പോവുകയാണ്. പണി നിർത്തിവെച്ചിട്ടുണ്ട്. തുടങ്ങാൻ പാടില്ല എങ്കിൽ വളരെ ശക്തമായ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത് തന്നെയാണ് ഇപ്പോൾ താക്കീത് നൽകിയവർ മടങ്ങുന്നത്.